ക്യൂബുകൾ കാണുമ്പോൾ പല ടൈപ്പ് ഉണ്ടെങ്കിലും സാധാരണ ഞാൻ കണ്ടിട്ടുള്ള മോഡൽ ഇപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് 1 വരുന്ന നമ്പറുകൾ, എക്സാമ്പിൾ ഇപ്പോൾ 13, 14, 15 അങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് 1 ലാസ്റ്റ് വരുന്നത് ഇപ്പോൾ 31, 41, 51 അങ്ങനെ പറയുന്ന നമ്പറുകളുടെ ക്യൂബ് കാണാൻ നോക്കാം. പിന്നെ അടുത്ത ടൈപ്പ് തന്നെ 2 ഡിജിറ്റും സെയിം ആയിട്ട് വരാം. യൂണിറ്റ് പ്ലേസും 10th പ്ലേസും സെയിം. എക്സാമ്പിൾ വേണമെങ്കിൽ ഇപ്പോൾ 22, 33, 44, 55 എക്സെട്ര ഇതൊക്കെ സെയിം നമ്പർ വരുമ്പോൾ ക്യൂബ് കാണും. പിന്നെ നമ്മുടെ സാധാരണ ലെവലുകളാണ് പറയുന്നത് 23 ക്യൂബ്, അല്ലെങ്കിൽ 47 ക്യൂബ്, 56 ക്യൂബ്, അങ്ങനെ ഡിഫറെൻറ്റ്. അപ്പോൾ ഞാൻ 4 ടൈപ്പിൽ നിന്നും ഓരോ കാണിച്ചു തരാം. കാരണം ഫസ്റ്റ് 2 മെത്തേഡിനും പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. എല്ലാം കൂടി ഏത് ടൈപ്പ് വന്നാലും ചെയ്യാവുന്ന മെത്തേഡായിരിക്കും ഈ 4th പറയുന്നത്. അപ്പോൾ അത് മാത്രം പറഞ്ഞാൽ പോലെ ചോദിക്കും. പക്ഷേ ഈ ഫസ്റ്റ് ഡിജിറ്റ് 1ഉം ലാസ്റ്റ് ഡിജിറ്റ് 1ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ സെയിം ഡിജിറ്റ് വരുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഏത് നമ്പർ വന്നാലും എനിക്ക് ക്യൂബ് കാണുന്നത് പറഞ്ഞുതരാം, അല്ലെങ്കിൽ തോന്നുന്നു കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് 1 ലാസ്റ്റ് വരുന്ന നമ്പറിൻ്റെ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ 13 ക്യൂബ് തന്നെ നോക്കാം നമുക്ക്. 13 ക്യൂബ് അതിൻ്റെ നമ്പർ കാണും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഡിജിറ്റ് ഫസ്റ്റ് ലാസ്റ്റ് നമ്പർ വരുമ്പോൾ കേട്ടോ, ഫസ്റ്റ് ഡിജിറ്റ് ആദ്യം കൂടെ എഴുതി വയ്ക്കുക. സെക്കൻഡ് ഡിജിറ്റ് ഇവിടെ 3 ആണ്. 3 ഏതാണെങ്കിൽ അത് കേട്ടോ, 1 3 ആണെങ്കിൽ 3, 9 ആണെങ്കിൽ ഏതാണ് എഴുതിച്ചോ, 1 3. ഇനി സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയറാണ് എഴുതേണ്ടത്. സെക്കൻഡ് നമ്പർ 3യുടെ സ്ക്വയർ എത്ര വരിക? 3യുടെ സ്ക്വയർ നമുക്ക് അറിയാലോ, 9 ആണ്. ഇനി 3യുടെ ക്യൂബ്, സ്ക്വയർ എഴുതാം, പിന്നെ ക്യൂബ് എഴുതാം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ക്ലിയർ ആയോ? 1 സ്റ്റാർട്ട് ചെയ്യുന്ന ലെറ്ററുകളിൽ ഞാൻ പറഞ്ഞ 4ാമത്തെ സ്റ്റെപ്പ് പഠിച്ചാൽ എല്ലാം പറ്റുമെന്ന് പറ്റൂ. പഠിച്ചാൽ നമ്പർ തന്നെ എളുപ്പം തോന്നി. 1 അങ്ങനെ തന്നെ എഴുതുക, 3 അങ്ങനെ തന്നെ എഴുതുക, സെക്കൻഡ് ഡിജിറ്റിൻ്റെ സ്ക്വയർ എഴുതി, സെക്കൻഡ് ഡിജിറ്റിൻ്റെ ക്യൂബ് എഴുതി വെച്ചു. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഡിജിറ്റും ലാസ്റ്റ് ഡിജിറ്റും ഇവിടെ നീക്കി നിർത്താൻ നമുക്ക് ആവശ്യമില്ല. ഫസ്റ്റും ലാസ്റ്റ് മാറ്റി നിർത്തി ബാക്കി 2 നമ്പർ ഇവിടെ 3ഉം 9 എടുക്കണേ. ഈ ഡബിൾ ഓഫ് 3 and 9, 3യുടെ ഡബിൾ നമുക്കറിയാം 6, 9ൻ്റെ ഡബിൾ നമുക്ക് 18 ആണെന്നറിയാം അല്ലേ. ഡബിൾ ഓഫ് 3 6 ആണ്, ഡബിൾ ഓഫ് 9 18. ഇനി ഇത് ആഡ് ചെയ്താൽ നമ്മുടെ ആൻസറിലേക്ക് ആയി. ഇത് ആഡ് ചെയ്താൽ നമ്മുടെ ക്യൂബ് കഴിഞ്ഞു. അപ്പോൾ 27 ആണ്. നമുക്ക് ഒരു ഡിജിറ്റ് എഴുതാനേ പറ്റുള്ളൂ, 2 ഡിജിറ്റ്. അപ്പോൾ അതുകൊണ്ട് 27 മാത്രം ഞാനിവിടെ എഴുതി, 2 ഇങ്ങോട്ട് മാറ്റി നിർത്തി. 27 എഴുതി 2 മാറ്റി നിർത്തി. 18 + 9 നമുക്കറിയാം 27 ആണ്. ആ 27ൻ്റെ കൂടെ ഈ 2 ആഡ് ചെയ്യണം. അപ്പോൾ 29. അപ്പോഴും ബാലൻസ് നമുക്കൊരു 2 വന്നു. നമുക്കൊരു ഡിജിറ്റ് എഴുതാൻ പറ്റുള്ളൂ, 2 വന്നു. ഇനി ഇവിടെ എഴുതിക്കോ, 6 + 3 9, 9 + 2 11. അപ്പോഴും ഒരു ഡിജിറ്റ് ഉള്ളൂ, ബാലൻസ് 1 വന്നു. 1 + 1 2. അപ്പോൾ 2197 ആണ് നമ്മളുടെ ക്യൂബ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ 13 × 13 ചെയ്യണം. ആ കിട്ടുന്ന ആൻസറിനെ വീണ്ടും 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സമയം എടുക്കുന്നതിനേക്കാളും പെട്ടെന്ന് കിട്ടും. അപ്പോൾ അത് ഞാൻ പറയുമ്പോൾ തോന്നിയെങ്കിലും 2-3 എക്സാമ്പിൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ക്യൂബിലേക്ക്. അപ്പോൾ എന്താ ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? ഫസ്റ്റ് ഡിജിറ്റ് എഴുതുക, സെക്കൻഡ് ഡിജിറ്റ് എഴുതുക, സെക്കൻഡിൻ്റെ സ്ക്വയറും സെക്കൻഡിൻ്റെ ക്യൂബ് എഴുതി വയ്ക്കുക. ഫസ്റ്റും ലാസ്റ്റ് ഡിജിറ്റാണ് മാറ്റി നിർത്തി. സെക്കൻഡും തേർഡ് വരുന്ന നമ്പറിൻ്റെ ഡബിൾ എഴുതി വയ്ക്കുക. 39 ഡബിൾ അല്ല എഴുതേണ്ടത്. ഡബിൾ ഓഫ് 3 6, 9ൻ്റെ ഡബിൾ 18 എഴുതി വെച്ചിട്ട് അങ്ങോട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഡിജിറ്റ് എഴുതാൻ പാടുള്ളൂ, ബാക്കി അങ്ങോട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ 27 ഞാൻ 7 എഴുതി, ഈ 2 കൂടെ എഴുതി. അപ്പോൾ 18ഉം 9ഉം കൂടി ആഡ് ചെയ്തു, 27 കിട്ടി. ആ 27ൻ്റെ കൂടെ വേണം 2 ആഡ് ചെയ്യാൻ. അപ്പോൾ എനിക്ക് 29 ഞാൻ 9 എഴുതി, ബാലൻസ് എപ്പോഴും 2, അത് ഇങ്ങോട്ട് മാറ്റി. 6 + 3 9, 9 + 2 11 അവിടെ എഴുതി, ബാലൻസ് 1, 1 + 2. ഓക്കെ. ഇനി വേറെ നമ്പർ വേണമെങ്കിൽ നമുക്ക് അത് തിരിച്ച് നോക്കി നോക്കാം. 31 നോക്കി നോക്കാം. 31ൻ്റെ ക്യൂബ് ഇതിന് തിരിച്ചെടുത്ത് നോക്കി നോക്കും. ഇവിടെ നേരെ ഓപ്പോസിറ്റ്, ഇവിടെ 1 കിടക്കുന്നത് ലാസ്റ്റിൽ കിടക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കറക്റ്റ് റിവേഴ്സിന് വരിക, അങ്ങോട്ട് പറഞ്ഞ് തിരിച്ച്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പിടിക്കാം. 1 അറ്റത്ത് കിടണം. അപ്പോൾ 1 ഇവിടെ എഴുതി, അടുത്ത നമ്പർ 3 ഇവിടെ എഴുതി, 3യുടെ സ്ക്വയർ എത്രയാണ് 9 ഇവിടെ എഴുതി, ക്യൂബ് ഇവിടെ എഴുതി. നേരത്തെ ചെയ്താൽ അതേപോലെ എത്തി. കണ്ടോ, 1 ലാസ്റ്റ് കിടക്കണേ. അപ്പോൾ അവിടെ നിന്ന് പിടിച്ചാൽ മതി. അപ്പം പണി എളുപ്പമായില്ലേ. നമ്മളത് ചെയ്യുക, ഫസ്റ്റും ലാസ്റ്റും മാറ്റി നിർത്തി 9ഉം 3 മാത്രമേ ഉള്ളൂ. 9ൻ്റെ ഡബിൾ 18, ഡബിൾ ഓഫ് 3 6 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 1, 6 + 3 9, 18 + 9 27, ബാലൻസ് 2, 27 + 2 29. നമ്മുടെ ആൻസർ 29791. ഇതാണ് ഫസ്റ്റ് മെത്തേഡ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് 1 വരുമ്പോൾ ഫസ്റ്റ് ലാസ്റ്റ് വരും, അല്ല 1 ലാസ്റ്റ് വരുമ്പോഴും ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഒന്ന് അങ്ങോട്ട് പോയി അതുപോലെ ഇങ്ങോട്ട് പഠിച്ചാൽ മതി. നമുക്കിനി സെയിം ഡിജിറ്റ് വരുന്നത് നോക്കാം. സെയിം ഡിജിറ്റ് വരുന്ന ഏതെങ്കിലും ഒരു നമ്പർ, ഏത് പണി ആയിക്കോട്ടെ കേട്ടോ. സെയിം നമ്പർ ഏറ്റവും എളുപ്പം 22 ആണ്.
22-ൻ്റെ ക്യൂബ് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ സെയിം ഡിജിറ്റ് പ്രത്യേക റൂളൊന്നുമില്ല, എല്ലാത്തിൻ്റെയും ക്യൂബ് കൂടെ എഴുതി വയ്ക്കുക. 2 ക്യൂബ് 8, അടുത്തത് 2 ക്യൂബ് 8, അങ്ങോട്ട് നിരത്തി എഴുതി വയ്ക്കുക. എല്ലാത്തിൻ്റെയും ക്യൂബ് എഴുതുക. 33 ആണെങ്കിൽ അതിൻ്റെ ഒക്കെ ക്യൂബ്, 3യുടെ ക്യൂബ് എഴുതി വയ്ക്കുക. അപ്പോൾ ഞാൻ എഴുതി. ഇനി അതിനൊക്കെ പഴയ പോലെ തന്നെ, ഇനി പഴയ പോലെ തന്നെ ഫസ്റ്റ് ലാസ്റ്റ് മാറ്റി നിർത്തി. ഡബിൾ ഓഫ് 8 16, ഡബിൾ ഓഫ് 8 16 നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ 8 16 + 8 ഇനി സ്പീഡായല്ലോ. 16 + 8 24, 2 ക്യാരി ചെയ്തു. 16 + 8 24, 24 + 2 26, 2 ക്യാരി ചെയ്യുക. 10648 ആണ് നമ്മുടെ ആൻസർ. അത് ഏത് നമ്പർ ആയാലും ഇങ്ങനെ എഴുതാം. ഏതിൻ്റെ ക്യൂബ് വന്നോ അതേ നമ്പർ നിരത്തി എഴുതി വയ്ക്കുക. അപ്പോൾ 3 ടൈപ്പ് കഴിഞ്ഞ് ഇനി നമ്മൾ ജനറലായിട്ട് ഏത് നമ്പറും എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അല്ലേ. ഇനി പറയാൻ പോകുന്ന മെത്തേഡ് ഇതിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി പറയാൻ പോകുന്ന മെത്തേഡ് ഇതിൽ എല്ലാത്തിലും അപ്ലൈ ചെയ്യാം. പക്ഷേ 1003 ടൈപ്പ് കുറച്ചുകൊണ്ട് ഈസി ആയിട്ട് ചെയ്യണം. ഈ മെത്തേഡ് അറിഞ്ഞിരിക്കുന്നത് നല്ലത് മാത്രം. ഇതൊന്നും എല്ലാം ഓർത്തിരിക്കാൻ പറ്റാത്ത കുട്ടികൾ ഇനി പറയാവുന്നത് മാത്രം നോക്കിയാൽ മതി. നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള എണ്ണം നോക്കി നോക്കാം. ഇപ്പോൾ 23 ക്യൂബ് രണ്ടും ഡിഫറെൻ്റ് തന്നെയാണ് അല്ല. ഡിഫറെൻറ്റ് നമ്പറുകൾ ഏതും 23 46 93 ഏത് നമ്പറും ഡിജിറ്റുകൾ ഡിഫറെൻ്റ് ആയിട്ട് വന്നാൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കി നോക്കിയാൽ. ക്യൂബ് ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് ഫസ്റ്റ് നമ്പറിൻ്റെ ക്യൂബ് അത് 8. ലാസ്റ്റ് എഴുതേണ്ടത് 3 ക്യൂബ് 3ൻ്റെ ക്യൂബ് അത് 27. ഓക്കെ, ഫസ്റ്റ് ഡിജിറ്റിൻ്റെ ക്യൂബ് ഫസ്റ്റ് എഴുതി, സെക്കൻഡ് ഡിജിറ്റിൻ്റെ ക്യൂബ് ലാസ്റ്റ് എഴുതി. ഇപ്പോൾ 2 കഴിഞ്ഞില്ലേ. ബാക്കി കിട്ടാനായിട്ട് ഇവിടെ എഴുതേണ്ടത് ഫസ്റ്റ് ഡിജിറ്റിൻ്റെ സ്ക്വയർ അതിനെ സെക്കൻഡ് ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായി? അപ്പോൾ 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4. 4 × 3 12. ക്ലിയർ ചെയ്യല്ലേ? സ്ക്വയർ ഓഫ് ഫസ്റ്റ് ഡിജിറ്റ് സ്ക്വയർ ഓഫ് 2 4. 4 × 3 12. നേരെ ഓപ്പോസിറ്റ് സ്ക്വയർ ഓഫ് സെക്കൻഡ് ഇൻറ്റു ഫസ്റ്റ് ഡിജിറ്റ്. അപ്പോൾ 3യുടെ സ്ക്വയർ നോക്കണം. 3യുടെ സ്ക്വയർ എത്രയാണ്? 9. 9 × 2 18. പണി കഴിഞ്ഞു. ഇത് ഇത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. ഇത്ര മാത്രമേ നമ്മുടെ വ്യത്യാസമുള്ളൂ കേട്ടോ. ഫസ്റ്റ് ക്യൂബ് എഴുതി, സെക്കൻഡ് ഡിജിറ്റ് ക്യൂബ് നടക്ക് വെറുതെ നമ്പർ ഒന്ന് ശ്രദ്ധിക്കണം. ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ എഴുതുക, സെക്കൻഡ് നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്യുക. സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയറിനെ ഫസ്റ്റ് ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതിനെ കിട്ടി. ഇനി നമ്മൾ പഴയ ചെയ്ത കാര്യങ്ങളില്ല അതേപോലെ ചെയ്യുക. എങ്ങനെ ചെയ്യാറ്? ഫസ്റ്റും ലാസ്റ്റും ഡിജിറ്റ് മാറ്റി നിർത്തി. ഡബിൾ ഓഫ് 12 24, ഡബിൾ ഓഫ് 18 36 അല്ലേ. 18ൻ്റെ ഡബിൾ 36 ഇത് ആഡ് ചെയ്യണം. 27 നമ്മൾ നിരത്തി എഴുതാറുണ്ടോ? ഇല്ലേ. ഒരാൾക്ക് സ്ഥാനമുള്ളൂ 7. ഇവിടെ 2 ബാലൻസ് അവിടെ കിട്ടവൻ പഴയ പോലെ തന്നെ. 36ഉം 18ഉം കൂടി ആഡ് ചെയ്യുക. 36 അങ്ങനെ ആഡ് ചെയ്യുക. 36 + 10 46 + 8 54. 54ൻ്റെ കൂടെ ഈ 2 ആഡ് ചെയ്താൽ 56. 6 മാത്രം നമ്മൾ എഴുതുള്ളൂ. 5 ഇവിടെ കിടക്കട്ടെ. ഒരാൾക്കല്ല സ്ഥാനമുള്ളൂ, അടുത്തുള്ള എവിടേക്കെങ്കിലും പോകണം. നമ്മൾ മാറ്റി ഇട്ടു. 56 6 എഴുതി 5 ബാലൻസ്. ഇവിടെ 24ഉം 12 ആഡ് ചെയ്തു. എത്ര കിട്ടുന്നത്? 36. 36 + 5 41. നമ്മൾ 1 എഴുതുള്ളൂ. 4 ഇങ്ങോട്ട് ക്യാരി ചെയ്യണം. 4 + 8 12. അപ്പോൾ 12,167 ആണ് അതിൻ്റെ ക്യൂബായിട്ട് വരിക അല്ലേ. ഈ മെത്തേഡ് പഠിച്ച ഞാൻ നേരത്തെ പറഞ്ഞാൽ 3 മെത്തേഡ് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ അതും ചെയ്യാം. ഇതേ മെത്തേഡ് ചെയ്താലും ഒരേ ആൻസർ തന്നെയാണ് വരിക. ഇപ്പോൾ നമുക്ക് ഓർമ്മ വരികയാണെങ്കിൽ നമ്മൾ പണ്ട് 9th ഫോർമുല പഠിച്ചിട്ടില്ലേ. ഇപ്പോൾ A+B ഹോൾ ക്യൂബ് എന്നുള്ള ഫോർമുല പഠിച്ചിട്ടില്ലേ. എന്തായിരുന്നു അത്? A³ + 3A² B + 3AB² + B³ അധികം പോപ്പുലർ ആയിട്ടുള്ള A+B ഹോൾ സ്ക്വയർ ആണ്. സിനിമകളിൽ വന്നിട്ടുള്ള A+B ഹോൾ സ്ക്വയർ ഒക്കെയാണ്. പക്ഷേ ക്യൂബ് അധികം പോപ്പുലർ അല്ല. എന്നാൽ അങ്ങനെ ഫോർമുല 9th പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ ഫോർമുല അപ്ലൈ. അതിൻ്റെ കോഎഫിഷ്യൻസ് നിങ്ങൾ മാറ്റി നിർത്തുക. ഏത് കോഎഫിഷ്യൻ്റ്? 3 നമുക്ക് വേണ്ട. ഇവിടെ ഒരു 3 ഉണ്ട്, അതും നമുക്ക് വേണ്ട. ബാക്കിയുള്ള നമ്പർ നോക്കുക. കണ്ട, എയുടെ ക്യൂബ് എഴുതി, ലാസ്റ്റ് ബിയുടെ ക്യൂബ് എഴുതി. എയുടെ സ്ക്വയറിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതാണ് 12. പിന്നെ എനെ B² മൾട്ടിപ്ലൈ ചെയ്തു, അതാണ് നമ്മുടെ 18.